Good morning, students. നമ്മൾ DBMS-നകത്തെ ഡേറ്റാബേസ് എന്താണ്, അതുപോലെ തന്നെ DBMS-ന്റെ ഫീച്ചേഴ്സ് ഒക്കെ പഠിച്ചായിരുന്നു. ഇനി സിലബസിനകത്ത് വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡേറ്റാബേസ് അപ്രോച്ച് ആണ്. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് ഞാൻ ഇതിന്റെ നോട്ട് PDF ഫോമിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒന്നെങ്കിൽ ആ PDF റെഫർ ചെയ്യാം, അല്ലെങ്കിൽ ഇതിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചാണ് നമ്മൾ വീഡിയോ ക്ലാസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിനകത്തെ മെയിൻ പോയിന്റ്സ് തന്നെയാണ് PDF ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ആ PDF-നകത്തെ കംപ്ലീറ്റ് നോട്ട് എഴുതുക, അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. രണ്ടിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതാം. നമ്മുടെ ടോപ്പിക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഡേറ്റാബേസ് അപ്രോച്ച്. നമ്മളിപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നത് നമ്മുടെ ഫയൽ സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്താണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു DBMS വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്, അതായത് ഡേറ്റാനെയൊക്കെ കീപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സിസ്റ്റമാണ് ഫയൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം അതിന് കുറേയധികം ഡ്രോബാക്സ് ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ DBMS എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ആ ട്രഡീഷണൽ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റവും നമ്മുടെ DBMS-ഉമായിട്ടുള്ള ഡിഫറൻസുകളാണ് നമ്മൾ മെയിൻ ആയിട്ടും പറയാൻ വേണ്ടി പോകുന്നത്. In traditional file processing, each user defines and implements the files needed for a specific software application as part of programming the application. അപ്പം നമുക്കറിയാം നമ്മുടെ ഫയൽ സിസ്റ്റത്തിനകത്ത്, അതായത് നമ്മുടെ DBMS-ന്റെ മുമ്പുള്ള ഫയൽ സിസ്റ്റത്തിനകത്ത് ആ ഫയലിന് സ്വന്തമായിട്ടൊരു സോഫ്റ്റ്വെയർ ഇല്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ വഴിയോ വേണം നമ്മൾ ആ ഫയലിനകത്ത് നിന്നും ഡേറ്റ എടുക്കാനും അങ്ങോട്ട് ഡേറ്റ കൊടുക്കാനായിട്ട്. അപ്പം അതതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിരുന്നു അല്ലേ. ഓരോ യൂസറിനും ചിലപ്പോൾ ഓരോ നീഡ് ആയിരിക്കും വേണ്ടത്. ചിലപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിൽ ചിലർക്ക് മാർക്ക് ലിസ്റ്റ് ആയിരിക്കും വേണ്ടത്, അല്ലെങ്കിൽ ചിലർക്ക് ഫീസ് അടച്ചതിൻ്റെ ലിസ്റ്റുകളായിരിക്കും വേണ്ടത്. അതൊക്കെ പലർക്കും പല നീഡായിരിക്കും വേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും വേണ്ടതനുസരിച്ച് അവർ ഓരോരോ സെപ്പറേറ്റ് ഫയൽസ് കീപ്പ് ചെയ്യണം. അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഒന്നിലധികം യൂസേഴ്സിന് ഒരേ കാര്യം തന്നെ വേണമെങ്കിലും, അതായത് ഒരേ ഡീറ്റെയിൽസ് തന്നെ വേണമെങ്കിലും, ഇപ്പോൾ 2 യൂസേഴ്സ് ഇപ്പൊ മാർക്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ആ കേസിലും എന്താണ്, ഓരോ യൂസറും അവനവന് വേണ്ടുന്ന രീതിയിൽ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ ഓരോരോ ഫയൽ കീപ്പ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്തുണ്ടാകും, ഒരേ ഡേറ്റ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് വരും, അതായത് കോപ്പീസ് വരും, റിഡൻഡൻസി ഉണ്ടാകും, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകും. അപ്പൊ ഇതും അവിടെ ഒരു പ്രോബ്ലം ആയിരുന്നു. നമ്മുടെ സ്റ്റോറേജ് ഒക്കെ വേസ്റ്റേജ് ആയിട്ട് പോകും. അങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങളൊക്കെ അവിടെ ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏത് കൊണ്ടുവന്നിരിക്കുന്നത്, നമ്മുടെ ഡേറ്റാബേസ് എന്ന് പറയുന്ന അപ്രോച്ച് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഡേറ്റാബേസിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരൊറ്റ റെപ്പോസിറ്ററി ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള പല യൂസേഴ്സിന്റെ നീഡിന് ആവശ്യമായിട്ടുള്ള ഡേറ്റകളെ എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം മെയിൻ ആയിട്ട് നമ്മുടെ ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4 ഫീച്ചേഴ്സ് ആണ് നമ്മുടെ ഡേറ്റാബേസ് അപ്രോച്ചിനുള്ളത്. ആ 4 ഫീച്ചേഴ്സ് ആണ് ഇവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തതാണ് സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് എ ഡേറ്റാബേസ് സിസ്റ്റം. രണ്ടാമത്തത് ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ, ഡേറ്റ അബ്സ്ട്രാക്ഷൻ. മൂന്നാമത്തത് സപ്പോർട്ട് ഓഫ് മൾട്ടിപ്പിൾ വ്യൂസ് ഓഫ് ദ ഡേറ്റ. നാലാമത്തത് ഷെയറിംഗ് ഓഫ് ഡേറ്റ ആൻഡ് മൾട്ടി യൂസർ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ്. ഈ 4 പോയിന്റ്സ് ആണ് നമ്മുടെ ഡേറ്റാബേസ് അപ്രോച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. 4 പോയിന്റ് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഓരോ പോയിന്റിനകത്തും എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഏത്, സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ ഓഫ് എ ഡേറ്റാബേസ് സിസ്റ്റം. A fundamental characteristics of the database approach is that the database system contains not only the database itself but also a complete definition or description of the database structure and constraints. This definition is stored in the DBMS catalog, which contains information such as the structure of each file, the type and storage format of each data item, and various constraints on the data. The information stored in the catalog is called metadata. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സെൽഫ് ഡിസ്ക്രൈബിംഗ് നേച്ചർ. അതായത് ഒരു ഡേറ്റാബേസിനകത്ത് നമ്മൾ പറഞ്ഞു ഡേറ്റയെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡേറ്റാബേസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഡേറ്റാനെ സൂക്ഷിക്കുന്നത് കൂടാതെ ആ ഡേറ്റാബേസിനകത്ത് വന്നിരിക്കുന്ന ഡേറ്റകളെ പറ്റിയുള്ള ഡീറ്റെയിൽസും കൂടെ ആര് സൂക്ഷിക്കുന്നുണ്ട്, ഡേറ്റാബേസ് സൂക്ഷിക്കുന്നുണ്ട്. അതായത് ഒരു ഡേറ്റാബേസിനകത്ത് നമ്മൾ കീപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയുടെ സ്ട്രക്ചർ,
കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ അതിന്റെ ടൈപ്പ്, അതിനകത്ത് വരുന്ന ഡേറ്റ ഐറ്റംസ് അല്ലെങ്കിൽ ഡേറ്റ എലമെന്റ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, ഓരോ ഫയലിന്റെ സ്ട്രക്ചർ, ടൈപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഡേറ്റാബേസിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റാനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ആ ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് മെറ്റാ ഡേറ്റ. ഡേറ്റ എബൌട്ട് ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് മെറ്റാ ഡേറ്റ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് സ്റ്റുഡന്റ് എന്ന് പറയുന്നതാണ് ഒരു ഡേറ്റാബേസ് എന്ന് വിചാരിക്കുക. ആ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഒരു ഡേറ്റാബേസിനകത്ത് ചിലപ്പം ആ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കുറേയധികം കുട്ടികളുടെ പേര്, ആ കുട്ടികളുടെയൊക്കെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റുകളുടെ പേര്, ഓരോ സബ്ജക്റ്റിനുള്ള മാർക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് ആ ഡേറ്റാബേസ് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ഡേറ്റാബേസിനകത്ത് ആ സ്റ്റുഡന്റുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൂടാതെ ഈ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ഡേറ്റാബേസിനകത്ത് എത്ര സ്റ്റുഡൻസ് വരുന്നുണ്ട്, എത്ര ഡേറ്റ എലമെന്റ്സ് വരുന്നുണ്ട്, അവരുടെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, ഓരോ ഡേറ്റ ഐറ്റംസിനകത്തെയും ഓരോ ഡേറ്റ എലമെന്റിന്റെയും ടൈപ്പ് എന്താണ്, ക്യാരക്ടർ ആണോ നമ്പർ ആണോ, ടൈപ്പ് എന്താണ്, അതിന്റെ സൈസ് എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും കൂടെ ആര് സ്റ്റോർ ചെയ്യുന്നുണ്ട്, നമ്മുടെ DBMSനകത്ത് ഒരു പാർട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഡേറ്റയ്ക്ക് പറയുന്ന പേരാണ് മെറ്റാ ഡേറ്റ എന്ന്. The catalog is used by the DBMS software and also by the database users who need information about the database structure. അപ്പോൾ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുന്ന ആ ഡേറ്റാബേസിന്റെ ഇൻഫർമേഷന് ആർക്കൊക്കെ ഉപയോഗിക്കാം, ആർക്കൊക്കെ ഏതൊക്കെ യൂസേഴ്സിന് ആവശ്യമായിട്ട് വരുന്നോ അവർക്കെല്ലാം ഈ ഡേറ്റാബേസിനെ പറ്റിയുള്ള മെറ്റാഡേറ്റയുടെ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. The DBMS software must work equally well with any number of database applications. For example, a university database, a banking database, or a company database, as long as the database definition is stored in the catalog. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, ഒരു DBMS സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് നമുക്ക് ഏത് ടൈപ്പിലുള്ള ഡേറ്റാബേസിനെ വേണമെങ്കിൽ നമുക്ക് സ്റ്റോർ ചെയ്യുകയോ അല്ലെങ്കിൽ ആക്സസ് ചെയ്യുകയോ ചെയ്യാം. അതായത് ഓരോ ഡേറ്റാബേസിനും ഓരോ നേച്ചർ ആയിരിക്കുമല്ലോ. ഇപ്പൊ യൂണിവേഴ്സിറ്റി ഡേറ്റാബേസ് എന്ന് പറഞ്ഞാൽ കുറേയധികം സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ കോളേജുകളുടെ ഡീറ്റെയിൽസ്, കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും. ബാങ്കിങ് ഡേറ്റാബേസ് ആണെങ്കിലോ ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ്, കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ്, അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് ഒക്കെ ആയിരിക്കും. അപ്പൊ ഓരോ ഡേറ്റാബേസിനും ഓരോരോ നേച്ചർ ആയിരിക്കും അല്ലെ. അപ്പൊ എത്ര ടൈപ്പ് നേച്ചറുള്ള ഡേറ്റാബേസുകൾ ഉണ്ടെങ്കിലും അവയെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ആർക്കുണ്ട്, DBMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന് ഉണ്ട്. അല്ലാതെ ഓരോ ഡേറ്റാബേസിനും പ്രത്യേകം ഓരോരോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി അടുത്ത പറയുന്ന പോയിന്റ് എന്താണ്, ഇൻ ട്രഡീഷണൽ ഫയൽ പ്രോസസിംഗ് data definition is typically part of the application programs themselves. Hence, these programs are constrained to work with only one specific database whose structure is declared in the application program. ഇനി നമ്മൾ പറയുന്നത് നമ്മുടെ ഫയൽ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്താണ്. നമ്മളിപ്പോ ഇപ്പൊ പറഞ്ഞു ഡേറ്റാബേസ് DBMS എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു എത്ര നേച്ചറുള്ള, ഏതൊക്കെ ഡിഫറെന്റ് നേച്ചറുള്ള ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ ആണെങ്കിലും അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഒരു ഒറ്റ DBMS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മതി. പക്ഷെ നമ്മുടെ ഫയൽ സിസ്റ്റം ആയപ്പോഴുള്ള കുഴപ്പം എന്തായിരുന്നു, ഓരോ ഫയൽ സിസ്റ്റത്തിന്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ഓരോരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്. നമ്മൾ CPP യൂസ് ചെയ്തൊരു ഫയലിനെ ആക്സസ് ചെയ്യുവാണെങ്കിൽ അതൊരു സ്ട്രക്ചർ, ഇനി വേറെ COBOL എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്താൽ നമ്മൾ വേറൊരു ഫയലിനെ ആക്സസ് ചെയ്യുന്നെങ്കിൽ അതിന് മറ്റൊരു സ്ട്രക്ചർ, അങ്ങനെ ഓരോരോ സ്ട്രക്ചറിൽ കൂടെ ആയിരുന്നു നമ്മൾ ഫയലിനെ ആക്സസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് കമ്പാരിസൺ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഒന്നാമത്തെ പോയിന്റിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഈ പറയുന്ന രണ്ടാമത്തെ ഫീച്ചറാണ് ഇൻസുലേഷൻ ബിറ്റ്വീൻ പ്രോഗ്രാംസ് ആൻഡ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഇപ്പൊ പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ ഡേറ്റ അബ്സ്ട്രാക്ഷനെ പറ്റിയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. In traditional file processing, the structure of data files is embedded in the application programs. So, any changes to the structure of a file may require changing all programs that access that file. അതായത് നമ്മുടെ ഫയൽ സിസ്റ്റത്തിനുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫയലിന് കുറേയധികം റെക്കോർഡ്സ് ഉണ്ട്, കുറേയധികം ഫീൽഡ് ഉണ്ട്. അപ്പൊ അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് നമ്മൾ ആ ഫയലിനകത്ത് വരുന്ന ഫീൽഡുകളെല്ലാം കൊടുക്കുന്നു, പ്രോഗ്രാം തയ്യാറാക്കുന്നു, ആ പ്രോഗ്രാം യൂസ് ചെയ്ത് ഫയലിനെ ആക്സസ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഫയലിന് ഒരു ചേഞ്ച് വന്നെന്നിരിക്കട്ടെ, അതായത് അഡീഷണൽ ആയിട്ട് കുറേയധികം റെക്കോർഡ്സ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോളംസ് ആഡ് ചെയ്യുകയോ ആട്രിബ്യൂട്ട്സുകൾ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്തെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു പ്രോഗ്രാം വഴിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വഴിയാണല്ലോ ഈ ഫയലിനെ ആക്സസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിനും ചേഞ്ച് വരുത്തിയെങ്കിൽ മാത്രമേ ഈ ചേഞ്ച് ആയ ഫയലിനെ നമുക്ക്
ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് അതിന്റെ ഒരു ഡ്രോബാക്ക് ആണ്, ഫയൽ സിസ്റ്റത്തിന് ഡ്രോബാക്ക് ആണ്. ഫയലിന് ചേഞ്ച് വരുത്തിയാൽ നമ്മൾ ആ ഫയലിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പ്രോഗ്രാമിനും ചേഞ്ച് വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ DBMS യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. DBMS access programs do not require such changes in most cases. The structure of data files is stored in the DBMS catalog separately from the access programs. We call this property program data independence. ഇവിടെ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു DBMS എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഡേറ്റാബേസിനെ ആക്സസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഡേറ്റാബേസിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാലും നമ്മൾ DBMSന് മാറ്റം വരുത്തേണ്ട കാര്യമുണ്ടോ? ഇല്ല. ആ ഡേറ്റാബേസിനകത്ത് ഡേറ്റയുടെ സ്ട്രക്ചറും അതുപോലെ തന്നെ അതിനെ ആക്സസ് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാംസ് സ്റ്റോർ ചെയ്യുന്നത് രണ്ടും ഡിഫറെന്റ് ലൊക്കേഷനിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആക്സസ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഡേറ്റയുടെ സ്ട്രക്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസ്. DBMSനകത്തെ ആക്സസ് ചെയ്യുന്ന പ്രോഗ്രാംസ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്നില്ല. ഈ ഒരു ഫിനോമിന പറയുന്ന പേരാണ് പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസ്. ഇതാണ് ഇതിനകത്ത് വരുന്ന ഒന്നാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ് ആണ്. അതെന്താണെന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. In some types of database systems, such as object-oriented and object-relational systems, users can define operations on data as part of the database definitions. അതായത് ഡേറ്റാബേസ് തന്നെ അല്ലെങ്കിൽ DBMS തന്നെ പല ടൈപ്സ് ഉണ്ട്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഉണ്ട്, റിലേഷണൽ ഉണ്ട്, നെറ്റ്വർക്ക് മോഡലുണ്ട്, അങ്ങനെ പല ടൈപ്സ് ഡേറ്റാബേസുകളുണ്ട്. അപ്പൊ ഓരോ ഡേറ്റാബേസിനകത്തും അതിന്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ എന്നൊക്കെ പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡേറ്റാബേസിനകത്തോ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് റിലേഷണൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്തോ യൂസറിന് അതിനകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഡേറ്റയിൽ പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻസും കൂടെ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. ഡേറ്റാബേസിനകത്തെ ഡേറ്റയ്ക്കകത്ത് പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേഷൻസിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫീച്ചർ യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന ഓപ്പറേഷനെ നമ്മൾ രണ്ട് രീതിയിലാണ് സ്പെസിഫൈ ചെയ്യുന്നത്. രണ്ട് പാർട്ടുകളാണ് ആ ഓപ്പറേഷൻ ഉള്ളത്. ഒന്ന് ഇന്റർഫേസും ഒന്ന് ഇംപ്ലിമെന്റേഷനും. ഇനി ഒരു ഓപ്പറേഷന്റെ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ ആ ഓപ്പറേഷന്റെ നെയിം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓപ്പറേഷനകത്ത് യൂസ് ചെയ്യുന്ന ഡേറ്റകളുടെ ഡേറ്റ ടൈപ്പുകൾ, അതുപോലെ തന്നെ ഓപ്പറേഷനകത്ത് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ്, അത്രയാണ് ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഇനി ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാലോ എങ്ങനെയാണ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്, ആ ഒരു സെറ്റ് ഓഫ് ടാസ്ക് ആണ് ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ് ആണ്. അതായത് ഒരു ഓപ്പറേഷനകത്തെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ഇന്റർഫേസ് ചേഞ്ച് ചെയ്യാതെ തന്നെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒരു ഓപ്പറേഷൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളത് അതിന്റെ ഡെഫിനിഷനെ നമുക്ക് ചേഞ്ച് ചെയ്യാതെ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ്. അതായത് ഒരു ഓപ്പറേഷനകത്തെ ഇംപ്ലിമെന്റേഷൻ നമുക്ക് ചേഞ്ച് വരുത്താം. ആരെ ചേഞ്ച് വരുത്താതെ? ഇന്റർഫേസിനെ ചേഞ്ച് വരുത്താതെ ഇംപ്ലിമെന്റേഷൻ ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ്. അപ്പൊ ആ ഒരു ടൈം നിങ്ങൾ ഓർത്ത് വെക്കുക എന്താന്നുള്ള കാര്യം. ഇനി അടുത്ത മെയിൻ കൺസെപ്റ്റ് ആണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസും പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസും രണ്ടിന്റെയും കൂടെ കോമ്പിനേഷന് പറയുന്ന പേരാണ് ഡേറ്റ അബ്സ്ട്രാക്ഷൻ. ഈ ഡേറ്റ അബ്സ്ട്രാക്ഷൻ നമുക്ക് DBMSനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മോഡലാണ് ഡേറ്റ മോഡൽ എന്ന് പറയുന്നത്. അതായത് അവിടെ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം യൂസറിൽ നിന്നും ഹൈഡ് ചെയ്യുന്നു. എന്ത് ഡേറ്റയാണോ യൂസറിന് വേണ്ടത് അത് മാത്രം പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് രണ്ടാമത്തെ പോയിന്റിനകത്ത് വരുന്ന മെയിൻ കൺസെപ്റ്റുകൾ. പ്രോഗ്രാം ഓപ്പറേഷൻ ഇൻഡിപെൻഡൻസ്, പ്രോഗ്രാം ഡേറ്റ ഇൻഡിപെൻഡൻസ്, അതുപോലെ തന്നെ ഡേറ്റ അബ്സ്ട്രാക്ഷനും ഡേറ്റ മോഡല് അല്ലെങ്കിൽ കോൺസെപ്ച്വൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ഫീച്ചറിനകത്ത് വരുന്ന കാര്യങ്ങൾ.